അമേരിക്കക്ക് ചെലവില്ലാത്ത രാജ്യമാണ് അമേരിക്ക. ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിന്റെ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുക സൈന്യത്തിനാണ്. അമേരിക്കയുടെ സൈന്യത്തിന്റെ 40% സൈന്യവും ലോകത്തെ മറ്റു രാജ്യങ്ങൾ തീറ്റിപ്പോറ്റുകയാണ്. അങ്ങനെയല്ല, ഇരിക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു സോക്കണുണ്ട്, ഇരിക്കുമ്പോൾ വേറൊരു തന്റെ തോളിലേക്ക് ഇങ്ങനെ ഒന്ന് അമർന്നു കൊടുക്കും. അതായത് 1/4 ഭാരം അവനും പറയഷ്ട. അങ്ങനെയുള്ള ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവനടുത്ത് നിൽക്കാനേ പറ്റില്ല, അവരൊന്ന് ചാരിയിരിക്കും. അതായത് അവന്റെ ഭാരത്തിന്റെ 1/4 ഭാഗം, ഒരു 40%. അങ്ങനത്തെ ഒരു മൊടന്തൻ രാഷ്ട്രമാണ് അമേരിക്ക. ഒരു മൊടന്തൻ രാഷ്ട്രമാണ്, ഒന്നുമില്ല, പാവങ്ങൾ. ക്രിസ്റ്റഫർ കൊളംബസിന് ശേഷമാണ് അതിന്റെ സംസ്കാരവും ചരിത്രവും തന്നെ ഉണ്ടായത്. ഒന്നുമില്ലാത്തൊരു പാവൻ രാജ്യമാണ്. കാരണം നമുക്കൊക്കെ ആയിരക്കണക്കായ കൊല്ലങ്ങളുടെ സംസ്കാര ചരിത്രമുണ്ട് ഇന്ത്യക്ക്. ലോകത്തെ ആദിമ രാജ്യം ഇന്ത്യയാണ്. ആദം ഈ മണ്ണിലാണ് ഇറങ്ങിയത്, സയ്യിദ്ന ആദം. ലോകത്തെ ഏറ്റവും നല്ല നാട് ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും നല്ല നാട് ഇന്ത്യയാണ്. കാരണം ഇത് ആദിമ മനുഷ്യന്റെ മണ്ണാണ്. ആദിമ മനുഷ്യനാണ് സയ്യിദ്ന ആദം. ആദം ഇറങ്ങി വന്നത് ഇന്ത്യയിലാണ്. അത് അഭിമാനിക്കൂ, നമ്മ അഭിമാനിക്കൂ. ലോകത്തെ ഏറ്റവും നല്ല രാജ്യം എന്നും ഇന്ത്യയാണ്. ലോകമാകെ ചുരുട്ടിക്കൂട്ടിയാൽ ഇന്ത്യയുടെ രോമത്തിനോട് വരില്ല. അതാണ് ഭാരതം. അള്ളാഹു ഈ നാടിന് ഈ സംസ്കാരവും നന്മയും നിലനിർത്തി തരട്ടെ. അതെപ്പോഴും അള്ളാഹുവോട് ദുആ ചെയ്യണം. നമ്മുടെ നാടിന്റെ നന്മ നിലനിൽക്കണം. ഇതൊരു വല്ലാത്ത നാടാണ്. ഭൂമിയിൽ ഇങ്ങനെ നാട് കാണുക അസാധ്യമാണ്. അങ്ങനത്തെ ഒരു നാടാണ് ഈ ഭാരതം. ചിന്തിക്ക്. നോക്കൂ നിങ്ങളെ, എന്താ ഇവിടെ പുണ്യ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്താ പറഞ്ഞത്? ഇതിനേക്കാൾ പറയാനില്ലല്ലോ. അമേരിക്ക സത്യത്തിൽ എന്തുകൊണ്ട് അമേരിക്ക തകർന്നു? അമേരിക്കയുടെ 40% സൈന്യത്തെയും ലോകരാജ്യങ്ങൾ തീറ്റിപ്പോച്ചു. എന്നിട്ടും 73 നാഷണലൈസ്ഡ് ബാങ്കുകൾ അമേരിക്കയിൽ പൂട്ടി. എന്തുകൊണ്ട്? പലിശ തൊട്ടത് മുഴുവനും അല്ലാഹു ഇല്ലാതെയാക്കി തകർത്ത് കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതിൽ ശാപമുണ്ട്, അതിൽ മറ്റു മനുഷ്യരുടെ പ്രാക്കുണ്ട്. പ്രാക്കാണ് അതിലുള്ള. വളരെ ചിന്തിക്കണം. എന്തൊക്കെ ജൂതന്മാരുടെ കയ്യിലുണ്ട്, എന്നിട്ടും ജൂതന്മാർക്ക് ലോകത്ത് ഒരു സമാധാനമില്ലല്ലോ. എന്തുകൊണ്ട്? എക്കാലത്തെയും ലോകത്തെ ഏറ്റവും വലിയ പലിശക്കാർ ജൂതന്മാരുടെ. ലോക ബാങ്ക് അവരുടെ കയ്യിലാണ്, സ്വിസ് ബാങ്കും അവരുടെ കയ്യിലാണ്. ലോകത്തെ ഏറ്റവും പലിശ വാങ്ങുന്നവർ ജൂതന്മാരാണ്. എല്ലാം അവർക്കുണ്ട്, പക്ഷേ ഒന്നുമില്ല. എന്തുകൊണ്ട്? പലിശ തൊട്ടത് മുഴുവനും അല്ലാഹു നശിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ നീട്ടുന്നില്ല, ചിന്തിക്കണം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ രീതികളെ ഗൗരവമായി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകണം. അല്ലാഹുവിലേക്കുള്ള തിരിച്ചുപോക്ക് എങ്ങനെയാ? ഞാൻ സൊല്യൂഷൻ പറയാം. അതിന്റെ സൊല്യൂഷൻ പറഞ്ഞാൽ എന്റെ പ്രഭാഷണം അവസാനിക്കും. ഞാൻ ഇഷ്യൂസ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല, അതിന് സൊല്യൂഷനും പറയാം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഒന്നാമതായി മനുഷ്യരെ, ഞാൻ നിങ്ങളോട് എല്ലാവരും എൻ്റെ മനസ്സിനോട് ഉപദേശിക്കുകയാണ്. കരുണയുള്ള കാലത്തോളം അള്ളാഹുവിൻ്റെ ഒരു നോട്ടുണ്ടാവും. മനസ്സിലേക്ക് കരുണ തിരിച്ചു കൊണ്ടുവരിക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മനസ്സ് തുറന്ന് പറ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരാൾ വന്ന നബിയോട് പറഞ്ഞു, നബിയെ, എൻ്റെ മനസ്സിന് കരുണ കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞത്, ഒരു പിതാവില്ലാത്ത പുത്രനെ അരികിൽ പിടിച്ച് അതിന്റെ തലയിലൂടെ ഇങ്ങനെ തലോടി കൊടുക്ക്. ഒരു പിതാവില്ലാത്ത പുത്രൻ, ഒരു അനാഥ ബാലനെ പിടിച്ച് അതിന്റെ തലയിലൂടെ ഇങ്ങനെ തടവി കൊടുത്താൽ നിന്റെ ഹൃദയത്തിലും കാരുണ്യം വന്നു ചേരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്. പരിഹാരമുണ്ടാക്കണം, അല്ലാഹുവിലേക്കുള്ള പരിഹാരമുണ്ടാക്കണം. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار.
മാനവ ചരിത്രം ഏറ്റവും ഭയാനകമായ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. എന്നാൽ മനുഷ്യരാശി സഹകരിച്ചാൽ കാര്യങ്ങൾ പരിഹരിക്കും. മനുഷ്യരാശി സഹകരിക്കണം. എവിടെയാ സഹകരണം? ഒന്നും വേണ്ട, ആർക്കും ഒന്നും പഠിക്കാനല്ല അവന്റെ സ്വത്വത്തിലേക്ക് മടങ്ങിയാൽ മതി. അറബി ഭാഷയിൽ ഗർഭപാത്രത്തിന് റഹ്മ എന്ന് പറയും. റഹ്മ എന്ന വാക്കിന് റഹ്മത്ത് എന്നിൽ നിന്നാണ് റഹ്മ എന്ന വാക്കുണ്ട്. റഹ്മത്തിന് കാരുണ്യം എന്ന് പറയും. അപ്പോൾ മനുഷ്യൻ എന്ന ഈ ഭ്രൂണം വളർന്ന് ശിശുവായി തീർന്നത് കാരുണ്യം എന്ന ഫീൽഡിലാണ്. അപ്പോൾ മനുഷ്യന്റെ അടിസ്ഥാന ബാധ്യത ഏതാണ്? മനുഷ്യൻ പടച്ച തമ്പുരാനിലേക്ക് തിരിച്ചു പോകണം. അമ്മൻ ഖാനിതുൻ ആനാൽ ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. മനുഷ്യരെ ചിന്തിക്കണം. അമ്മൻ ഖാനിതുൻ ആനാൽ ലൈലി സാജിദൻ വഖായിമാ, രാത്രിയുടെ യാമങ്ങളിൽ നിന്നും കിടന്നും സാഷ്ടാംഗത്തിലും നിന്നുമായും അല്ലാഹുവിന്റെ മുന്നിൽ വിനയത്തോടുകൂടെ പൊട്ടിക്കരയുന്നവർ. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ അവന് പേടിയാണ്. റബ്ബിന്റെ കാരുണ്യത്തെ അവൻ ആഗ്രഹിക്കുകയുമാണ്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? ആരാ അറിവുള്ളവൻ? ഹൃദയത്തിന് അറിവുള്ളവനാണ് അറിവുള്ളവൻ. ഹൃദയത്തിന് അറിവ് വേണം. മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നു കിട്ടണം. ഇവിടെയാ കണ്ണ്, ഇതല്ല. ഇത് ഏത് നാക്കാലിക്കും ഈ കണ്ണുണ്ട്. ഇവിടെയാ കണ്ണ്. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. യഥാർത്ഥ അന്ധത വരുക മുഖത്തെ കണ്ണിനല്ല, യഥാർത്ഥ അന്ധത വരുക ഹൃദയത്തിലെ കണ്ണിലാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലാണ് ഈ വചനം അല്ലാഹു പറയുന്നു. അഥവാ മുഖത്ത് നല്ല കണ്ണുണ്ടായിട്ട് കാര്യമില്ല, ഹൃദയത്തിന്റെ അന്ധനായ ആൾ ഹജ്ജിന് പോയിട്ടും കാര്യമില്ല. സൂറത്തുൽ ഹജ്ജിലാണ് ഈ വാക്ക്. മനസ്സിലായില്ല? ഈ കണ്ണ് അന്ധമായാൽ ഒന്നുമില്ല, അതാരെങ്കിലും സഹായിക്കും. ഈ കണ്ണ് അന്ധമായാൽ പിന്നെ ഒരു ലാഭവും കിട്ടാനില്ല. പടച്ചോൻ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളിത് മനസ്സ് തുറന്നൊന്ന് കേൾക്ക്. ഇവിടെ അന്ധത ബാധിക്കാനുള്ള മത്സരമാണ് ഇന്ന് മനുഷ്യൻ നടത്തുന്നത്. ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോരണം. എന്നിട്ട് സ്വന്തം സഹജീവിയെ നമ്മൾ അറിയണം. എന്നിട്ട് എങ്ങനെയൊക്കെ നമുക്ക് നമ്മോ ഒരു നന്മ ചെയ്യാൻ കഴിയോ എന്ന് നമ്മൾ ആലോചിക്കണം. അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, കർമ്മങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം? സുറൂറുൻ തുദ്ഖിലുഹു ഫീ ഖൽബി, ഒരു മനുഷ്യ ഹൃദയത്തിന് നീ ഇട്ടുകൊടുക്കുന്ന സന്തോഷമാണ് ഏറ്റവും നല്ല കർമ്മമെന്ന് മുഹമ്മദ് മുസ്തഫ. കഅബാലയം തവാഫ് ചെയ്ത പ്രദക്ഷിണം ചെയ്ത ആൾക്ക് 60 പ്രതിഫലം, 60 കാരുണ്യമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നാൽ ഒരു മനുഷ്യന് കൈ കൊടുത്താൽ 100 അനുഗ്രഹം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് കൈ കൊടുത്തു, അങ്ങനെ കൈ കൊടുത്തു. ഒരാൾക്ക് കൈ കൊടുത്താൽ അയാൾക്ക് 100 അനുഗ്രഹമുണ്ട്, 100 അനുഗ്രഹം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. ഒരു മനുഷ്യന് കൈ കൊടുത്താൽ വലിയ കൂലിയാണ്. കൈ കൊടുക്കുക, മനസ്സെന്നറിഞ്ഞ് ഒന്ന് കൈ കൊടുക്കുക, ഒന്ന് ചിരിക്കുക.
തുലാഖത്തുൽ വജ്ഹി മിന സ്വദഖ, ഒരാൾക്ക് നേരെ മുഖത്തോട് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കുന്നത് ദാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ചിരിക്കൂല. ചില ആളുകളുണ്ട് ചിരിക്കൂല, അവർ നിസ്കരിക്കും, അവർ ഓമ്പോൽക്കും, ചിരിക്കൂല. ചിരിച്ചാൽ പല്ല മറ്റവൻ തട്ടിക്കഴിച്ച് കൊണ്ടുപോകുന്ന പേടിയായിരിക്കും. അല്ല, ചിരിക്കും, നിസ്കരിക്കും, നിസ്കാരത്താമ്പുണ്ടാവും, ചിരിക്കൂല. ഒന്ന് ചിരിക്കണ്ടോ? എന്തൊക്കെയോ വർത്താനം, എങ്ങനെ കണ്ടു? നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? നീ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയെ നോക്കി ചിരിച്ചാൽ അള്ളാഹു നിന്നെ നോക്കി ചിരിക്കും. അള്ളാഹുവിന്റെ സൃഷ്ടിയെ നീ സന്തോഷിപ്പിച്ചാൽ അൽ ഖൽഖു ഇയാലുല്ലാഹ്, ഈ കാണുന്നതെല്ലാം അള്ളാഹുവിന്റെ കുടുംബമാണ്. വല്ലാത്തൊരു വാക്കാണത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പറഞ്ഞോ? മനസ്സിലായോ പറഞ്ഞത്? അതാണ് ഹൈന്ദവതയിലെ വസുദൈവ കുടുംബകം. അതന്നെയാണ് നബി പറഞ്ഞു, പുണ്യ മുഹമ്മദ് മുസ്തഫ. വല്ലാത്തൊരു വാക്കാണത്. അൽ ഖൽഖു ഇയാലുല്ലാഹ്, ഈ കാണുന്ന സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ കുടുംബം. മനുഷ്യൻ മാത്രമല്ല, സകല സൃഷ്ടിയുള്ള കുടുംബം. അൽ ഖൽഖു ഇയാലുല്ലാഹ്, ഈ സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ കുടുംബമാണ്. അഹബ്ബുഹും ഇലൈഹി അൻഫഉഹും ഇലാ ഇയാലിഹി, ഈ സൃഷ്ടികളിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം അവന്റെ കുടുംബത്തോട് ഏറ്റവും വലിയ കാരുണ്യം ചെയ്തവനെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഏറ്റവും പ്രധാനം ജനങ്ങൾക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കുക, ഒന്ന് പുഞ്ചിരിച്ചു കൊടുക്കുക. പുഞ്ചിരിയും ഒരു സ്വതക്കയാണ്. ഒന്ന് പുഞ്ചിരിക്കുക, ഒന്ന് ചിരിക്കുക. ഒരാളെ നോക്കി ഒന്ന് ചിരിച്ചാൽ ഒന്ന് പുഞ്ചിരിക്കുക. അപ്പോൾ അയാളുടെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്ന് ചിരിച്ചു ചിന്തിക്കുക. ഹൃദയങ്ങൾ തമ്മിൽ അകലരുത്, ഹൃദയങ്ങൾ തമ്മിൽ അടുത്തു വരിക. മറ്റൊരാളുടെ ദുഃഖത്തിൽ നമ്മൾ സന്തോഷിക്കരുത്, അയാളുടെ ദുഃഖത്തിൽ നമ്മൾ ദുഃഖിക്കുക. അയാളുടെ മനസ്സിന്റെ വേദനയിൽ വേദനിക്കുക. വളരെ ചിന്തിക്കണം. ആരാധനയുടെ പുറം പൂച്ചുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു കാലഘട്ടം ഈ അടുത്ത് വന്നതാണ്. പണ്ട് കാലത്ത് അങ്ങനെയില്ല. ഈ അടുത്ത കാലഘട്ടത്തിലാണ് ആരാധനയുടെ പുറം പൂച്ചുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു കാലഘട്ടം. ഈ അടുത്ത കാലത്താണ് ആരാധനയുടെ പുറം പൂച്ചുകൊണ്ട് മനുഷ്യൻ തൃപ്തിപ്പെടുന്ന സന്ദർഭങ്ങൾ വന്നിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയാ. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരാൾ ആയുസ്സിൽ ഒരിക്കൽ ഹജ്ജിന് ഉംറക്കും പോകും. അത് തന്നെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അത്ര തന്നെ. ഇന്ന് അതൊക്കെ അധികരിച്ചു. പക്ഷേ സ്നേഹവും കാരുണ്യവും ഒന്നും മനുഷ്യ ഹൃദയത്തിൽ ഇല്ലാതെയായി. എന്താ പരിഹാരം? രാത്രിയിൽ എണീക്കുക. ഇതൊക്കെ അള്ളാന്റെ അനുഗ്രഹങ്ങളാണ്. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കാണുക. നിശബ്ദമായ പ്രകൃതിയിലെ പടച്ച തമ്പുരാൻ അനുഗ്രഹമാക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ ആലോചിക്കുക. ഇതൊക്കെയാണ് ഈ കാണുന്നതെല്ലാം. എന്താണ് ജനങ്ങളെ? ഒരു അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷം, എന്തൊരു കാര്യമാണിത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കാണുക. പടച്ച തമ്പുരാൻ മനുഷ്യരാശിക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കുക. നീ പ്രകൃതിയിലെ നിസാരനായ ഒരു സൃഷ്ടിയാണെന്ന ബോധമുണ്ടാവുക. അഹങ്കാരം പെടിയുക. അതാണ് അമ്മൻ ഖാനിതുൻ ആനൽ ലൈലി സാജിദൻ വഖായിമാ. നേരത്തെ കിടന്നുറങ്ങുക ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാണ്. നേരത്തെ കിടന്നുറങ്ങുക. എന്നിട്ട് പാതിരാത്രി കഴിഞ്ഞാൽ എണീക്കുക, നേരത്തെ ഉറങ്ങുക. മിൻ ദഅബി മുഹമ്മദിൻ, പുണ്യ റസൂലിന്റെ രീതി അങ്ങനെയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ താമസിക്കൂല. നബി വേഗം ഉറങ്ങും. മുഹമ്മദ് മുസ്തഫ പാതിരാത്രി കഴിഞ്ഞാൽ എണീക്കും, പിന്നെ ഉറങ്ങൂല. രാത്രി എണീറ്റാൽ മനുഷ്യന്റെ ബുദ്ധി ഉണരും. രാത്രി കൂടുതൽ ഉറങ്ങിയാൽ മനുഷ്യൻ കൂടുതൽ വിഡ്ഢിയാവും. സുബഹയ്ക്ക് ശേഷം ഉറങ്ങുന്നത് പതിവാക്കിയാൽ മനുഷ്യനിൽ അബദ്ധം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത്തരം ആളുകളിൽ ദാരിദ്ര്യം വന്നു ചേരും എന്ന് പുണ്യ റസൂൽ
എന്താ ഞാൻ പറഞ്ഞത് മനുഷ്യന് ഇന്ന് സംഭവിച്ചതിൻ്റെ ഒരു വലിയ കാര്യം എന്താണെന്നറിയോ? ഹൃദയത്തിന് അതിൻ്റെ സംവേദനക്ഷമത നഷ്ടപ്പെട്ടു പോയതാ. അതിന് കാരണം പ്രധാനപ്പെട്ട സമയങ്ങളെ നിസ്സാരവൽക്കരിച്ചതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ 5 മിനിറ്റ് ഞാനതൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഉദാഹരണം പറയാം. ഇവിടെ പൂന്തോപ്പുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആ പൂന്തോപ്പിനെ ഉൾക്കൊള്ളാനുള്ള കണ്ണെനിക്കില്ലാതെ വന്നാൽ പിന്നെ ഇവിടെ പൂന്തോപ്പുണ്ടായിട്ട് എന്താ കാര്യം? മനുഷ്യന് വന്നത് ഹൃദയത്തിൻ്റെ കാഠിന്യമാണ്. ഈ ഹൃദയത്തിൻ്റെ കാഠിന്യം വരാനുള്ള കാരണം നേരം വൈകി ഉറങ്ങിയതാണ്. അപ്പോൾ അവർ നേരം വൈകിയേ എണീക്കും. ഒരിക്കലും ആ സമൂഹത്തിന് ധർമ്മം ഉണ്ടാവില്ല, നീതി ഉണ്ടാവില്ല, മനുഷ്യപ്പറ്റി ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. മനുഷ്യൻ നേരത്തെ ഉറങ്ങണം, എന്നിട്ട് നേരത്തെ എണീക്കണം. നേരത്തെ എണീക്കാന്ന് പറഞ്ഞാൽ ഒരു ഉഷസ്സുദിക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ് എണീക്കുക. എണീറ്റൊന്ന് നിങ്ങൾ ജനലിലൂടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് നോക്കിയാൽ, ഒരു 2 മിനിറ്റ് നിങ്ങൾ നോക്കിയാൽ വല്ലാത്തൊരു റിഫ്രഷ്മെന്റ് വരും. നിങ്ങൾക്ക് ഭയങ്കരമായിരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാവേണ്ട പറഞ്ഞത്. അതായത് ഇന്ന് മനുഷ്യ ഹൃദയം നശിച്ചു പോകാനുള്ള ഒരു കാരണം രാത്രി 1 മണി 2 മണി വരെ, സാധാരണ 12-1 മണി വരെ ഉറങ്ങൂല. എന്നിട്ട് ഉറങ്ങിയിട്ട് ഒരു 8 മണിക്ക് എഴുന്നേൽക്കും. നിങ്ങളിത് ചിന്തിക്കുക. നിങ്ങൾ ഉഷസ്സുദിക്കുന്നതിന് മുമ്പ് എണീക്കുക. ഉഷസ്സുദിക്കുക എന്ന് പറഞ്ഞാൽ കിഴക്ക് വെള്ള തീറുക. പിന്നെ സൂര്യൻ ഉദിക്കണമെങ്കിൽ 1.5 മണിക്കൂർ കഴിയണം. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നമ്മൾക്ക് ഇത് വലിയൊരു സത്യമാണ് കേട്ടോ. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മനസ്സ് വലുതായി പോകും. ഞാൻ ഈ അടുത്ത ദിവസം ഒരു ഫ്ലൈറ്റിന് വരിക. അങ്ങനെ ഫ്ലൈറ്റിന് വരുന്ന സന്ദർഭത്തിൽ എനിക്കെപ്പോഴും അതിൻ്റെ ഒരു സൗന്ദര്യം എൻ്റെ കണ്ണിന്ന് പോകുന്നില്ല. അതായത് ഞാൻ ഇങ്ങനെ ഒരു ഫ്ലൈറ്റിന് വരിക. ഫ്ലൈറ്റിന് വന്നാൽ പിന്നെ സ്വാഭാവികമായി ഞാൻ ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങൂല. എന്തുകൊണ്ടെന്നാൽ ഇതിങ്ങനെ 10-14 കിലോമീറ്റർ മുകളിൽ ഇങ്ങനെ പറക്കുക. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ? അത് കിടക്കുന്നതോടുകൂടെ കയറുന്ന സീറ്റ് ബെൽറ്റ് കെട്ടുന്ന ഉറങ്ങുന്നു. അങ്ങനത്തെ ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ദുനിയാവിൽ കണ്ട അത്ഭുത ജീവി ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയാ അങ്ങനത്തവനാണെന്നാണ്. മനസ്സിലായില്ല? ഫ്ലൈറ്റ് കയറുന്ന സീറ്റ് ബെൽറ്റ് കെട്ടുന്നു, ഓന്ന് പറഞ്ഞ് ഉറങ്ങുന്നു. ചിലപ്പം കയറുന്നതിന് മുമ്പ് 2 പെഗ് അടിച്ചിട്ടുണ്ടാവും അവൻ. പിന്നെ അവൻ ദുനിയാവ് ഒരു കാര്യം അറിയില്ലല്ലോ. ഇത് മനുഷ്യനെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതകരമായ സംഗതിയാണ്. ഞാൻ ഈ അടുത്ത ദിവസം വിദേശത്ത് നിന്ന് വരിക. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റിന് കയറി വെളുപ്പിന് ഏകദേശം ഒരു 3.5 മണിക്കായിരുന്നു തോന്നാണ് ആ ഫ്ലൈറ്റ് ഇങ്ങനെ വരുന്നു. കുറച്ച് വന്നു, ഒരു പകുതി ദൂരം വന്നിട്ടേ ഉള്ളൂ. അതൊക്കെ ഒരു 1.5 മണിക്കൂർ ഫ്ലൈറ്റ് ഇങ്ങോട്ട് പറന്നപ്പോൾ ഒരു കാഴ്ച. എന്താ കാഴ്ച എന്നറിയോ? ആകാശത്ത് 2 തരം രീതി. ഒരു ഭാഗത്ത് നിറഞ്ഞ വെയിൽ, ഒരു ഭാഗത്ത് നിറഞ്ഞ ഇരുട്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഞാനിതിങ്ങനെ കണ്ടുപോയി. എന്താ കാണുന്ന ഇത്? എന്താണ് ഈ സംവിധാനം? ആരാണ് ഈ സംവിധാനം കൊണ്ടുവന്നത്? എന്താണ് ഈ പടച്ച തമ്പുരാന്റെ സംവിധാനം? എന്താണ് ഈ അതും എന്താ കാര്യം? എവിടെയാ സൂര്യൻ? ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ ദൂരെ. അസ്തമിക്കുമ്പോൾ അതൊന്ന് നോക്കണം, അതെവിടെയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഈ ചായയും പരിപ്പോടയും കൂടിച്ച് മാത്രം നടന്നാൽ പോരാ. ഇത് ഇടക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് നോക്കണം. എന്താണ് ഈ സംഗതികൾ? ഒരു കിണ്ണം പോലെ ഉണ്ടാകും, ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു കിണ്ണം പോലെ ഉണ്ടാകും അസ്തമിക്കുന്ന സൂര്യൻ. പക്ഷെ അത് ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ ദൂരെയാണ്. ഭൂമിയേക്കാൾ 3 ലക്ഷം ഇരട്ടി വലിപ്പമാണ്. ഒരു സെക്കൻഡിൽ 20 കിലോമീറ്റർ ഓടും സൂര്യൻ. എന്താ പറഞ്ഞത്? എടോ, സൂര്യൻ ഏറ്റവും നിസ്സാരമായ നക്ഷത്രമാണ്. അതൊരു ചുക്കുമല്ല. അപ്പോൾ ഈ പ്രകൃതിയുടെ സംവിധാനം എന്താണ്?
അതൊന്ന് ചിന്തിക്ക്. എന്നിട്ട് അൽഹംദുലില്ലാ അവനാണ് സർവസ്തുതി എന്ന് പറയാം. അപ്പോൾ നിന്റെ ദോഷവും പുറത്തു തരും, നിന്റെ മനസ്സൊന്ന് നന്നാക്കി തരും. ഇത് നീ എന്താ ചെയ്യുന്നത്? രാത്രി 12 മണി വരെ തട്ടുകടയിൽ പോയിരിക്കും. എന്നിട്ട് പകുതി ചാണകവും പകുതി ബോട്ടിയും കൂട്ടി തിന്നും. ഏകദേശം 20-23 വയസ്സായ തൊഴിൽ മിക്കവാറും കിഡ്നി പോയി. മനസ്സിലായോ? പറ. നമ്മളെ നാട്ടിൽ ഇറക്കുന്ന എല്ലാ ഉരുവിൻ്റെയും ബോട്ടികൾ വിൽക്കുന്നത് തട്ടുകടയിലാണ്. കാരണം സ്വബോധത്തോടു കൂടി ആരും അത് വാങ്ങി തിന്നൂല. ബോട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എൻ്റെ കണ്ണ് വെച്ച് നോക്കുന്ന ബോട്ടി എന്ന് പറഞ്ഞാൽ തിരിയൂലേ? ബോട്ടി എന്നല്ലേ ഇവിടെ പറയാ? ആയിക്കോട്ടെ അങ്ങനെ മനസ്സിലായില്ലേ? ഈ സാധനം മനസ്സിലായില്ലേ? ഈ കാശുവിന്റെ ഈ എന്താ പറയാ, ഈ എരുമയുടെയും പോത്തിന്റെയും ഉള്ളത്തെ സാധനം ഇല്ലേ? പറ അതില്ലേ? അതിന്റെ പണ്ടം, അങ്ങനത്തെ പണ്ടം. അത് പഴയ കാലത്ത് നമുക്ക് ഉമ്മമാര് വീട്ടിൽ നിന്ന് വെച്ച് തരാന്ന് പറഞ്ഞാൽ അതിന് അമ്മമാരുടെ ഒരു കഷ്ടപ്പാട് എത്രയാണ്. അതായത് അത് ഒന്ന് പുഴുങ്ങി പിന്നെ അത് പറിച്ചെടുത്ത് പിന്നെ കല്ലിട്ട് ഒരച്ച് അല്ലെ ഒരച്ച് ആദ്യം വൃത്തിയാക്കി ദിവസങ്ങളോളം ഉമ്മ അതിമ്മ പണിയെടുത്തിട്ടാണ് ഈ പണ്ട ഒന്ന് മര്യാദയ്ക്ക് ഭക്ഷണമാക്കുക. അങ്ങനെയല്ലേ ഹോട്ടൽ തൊഴിലാളിക്ക് അതിന് സമയമുണ്ട? അത് പകുതി ചാണകത്തോട് കൂടി അങ്ങോട്ട് കയറ്റും. അതൊരു ഹാഫ് പെഗിട്ട് വരുന്നവന് നല്ല സുഖ. അതോടുകൂടെ തന്നെ 20-22 വയസ്സോടെ കിഡ്നി പോയി. ഒക്കെ അൾസർ അവിടെ പോയി ഇവിടെ പോയി ഒക്കെ പോയി. പിന്നെ രാത്രി ഇതിന് രാത്രി 2 മണി 1 മണി 2 മണി ഉറങ്ങില്ല. നേരം വൈകി ഉറങ്ങുന്നവരിൽ ഹൈറില്ല. നേരം വൈകി ഉണരുന്നവർക്കൊരു പുരോഗതിയും ഉണ്ടാവില്ല. സ്വർഗത്തിലെ സമയം ഏതാണെന്ന് പുണ്യ റസൂലിനോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ പറഞ്ഞു പ്രഭാതം തന്നെ. ഒരാൾ പ്രഭാതത്തിൽ എണീറ്റൊന്ന് പുറത്തു നോക്കിയാൽ സ്വർഗത്തിലേക്ക് നോക്കുന്നത് പോലെ ഉണ്ടാവും. അതന്നെ സ്വർഗത്തിന്റെ രീതി. മനുഷ്യ ഈ പ്രകൃതിയെ നീ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഉദിക്കുന്നത് നീ അറിയുന്നില്ല, നീ അസ്തമിക്കുന്നത് അറിയുന്നില്ല. ഉദയം കഴിഞ്ഞാൽ ഒരു നിസ്കാരമുണ്ടല്ലോ, ഇശ്റാഖ് നിസ്കാരം. പ്രത്യേകമായ സൂര്യന്റെ പ്രഭ കൊണ്ട് ഭൂമി വീണ്ടും മനോഹരമായി. ചക്രവാളത്തിൽ മറിഞ്ഞു പോയ സൂര്യൻ വീണ്ടും തിരിച്ചു വന്നു. ഭൂമിയുടെ ഉപരിതലം വീണ്ടും മനോഹരമായി. അപ്പോൾ ഈ സംവിധാനമെല്ലാം നടത്തിത്തരുന്ന പടച്ചതമ്പുരാന്റെ ആ പടച്ചവന്റെ മുന്നിലൊന്ന് നമിക്കുക മനുഷ്യ. മനുഷ്യൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കണം. ഒരാൾ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ ദൂരമുള്ള സൂര്യനോടുകൂടിയാണ് ഈ ഭൗമമണ്ഡലത്തിലുള്ള എല്ലാ കാര്യവും അള്ളാഹു സംവിധാനിച്ചത്. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. എന്തൊരു സംവിധാനമാണ് ഇതൊക്കെ. പ്രഭാതത്തിന് മുമ്പ് എണീറ്റിട്ട് ആലി ഇമ്രാനിലെ 2 ആയത്തോടിയാൽ അവന്റെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതാ 2 ആയത്ത്? ആലി ഇമ്രാനിൽ 190-191 വചനങ്ങൾ. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. പ്രഭാതത്തിന് മുമ്പ്, അതായത് ഉഷസ്സിരിക്കുന്ന മുമ്പ് എണീക്കുക. 5:30 മണിക്ക് മുമ്പ് എണീക്കുക. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 5:30 മണി. അപ്പോഴല്ലേ സുബഹി ബാങ്ക്. പറ, അതിന് മുമ്പ് എണീക്കുക, നേരത്തെ എണീക്കുക. എന്നിട്ട് പ്രകൃതിയിലേക്കൊന്ന് നോക്കുക. എന്നിട്ട് ഈ 2 വചനം ഓതുക. ഈ 2 വചനത്തിന്റെ അർത്ഥം എന്താ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശ ഭൂലോകങ്ങളുടെ സൃഷ്ടിപ്പിലും, വഖ്തിലാഫിൽ ലൈലി,
വന്നഹാർ, ഇങ്ങനെ ദുരിതപ്പെട്ട് പോയി വരുന്ന രാവ് പകലുകളിലുമെല്ലാം ആയാത്തിൽ ഉലിൽ അൽബാബ്, അകക്കാമ്പുള്ളവർക്ക് ചിന്തിക്കാനുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവർ നിന്നാലും ഇരുന്നാലും കിടന്നാലും അള്ളാഹുവിൻ്റെ ഈ മഹാദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഈ 2 വചനം ഉഷസുരിക്കുന്നതിന് മുമ്പ് എണീറ്റൊരാള് ഈ 2 വചനം ഓതിയാല് അവന്റെ ചെറുദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്ത് നിങ്ങൾ ചിന്തിക്കും? എന്താ കാര്യം? മനുഷ്യന്റെ ഹൃദയത്തിന് ഇങ്ങനെ കഠിനമാവാൻ കാരണം എന്താ? ചില സമയങ്ങളുണ്ട്, ആ സമയത്തിന്റെ മഹത്വം നമ്മൾ നഷ്ടപ്പെടുത്തി. എല്ലാവർക്കും ഇത് വന്നു. 2 കാര്യത്തിലാണ് ഉണ്ടാവുക. വ്യഭിചാരം അധികരിച്ചാൽ ദാരിദ്ര്യം സ്വാഭാവികമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ലോകത്തെ എക്കണോമിക്കൽ ബേസ് ആണത്. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടോ? പറ. അത് നീ ചിന്തിച്ചോ. ലോകത്തെ എക്കണോമിക്കൽ ബേസ് ആണ് എന്ത് മനുഷ്യന്റെ ലൈംഗികമായ ധാർമ്മികത. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മനസ്സിലായില്ലേ? ലോകത്തുള്ള എല്ലാ വലിയ മനുഷ്യരും വ്യഭിചാരത്തെ എതിർത്തിട്ടുണ്ട്. വ്യഭിചാരത്തെ കുറിച്ച് പുണ്യ റസൂൽ പറഞ്ഞത് ഇപ്പൊ ലോകത്തെ മുഴുവനും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത്? സാമ്പത്തികമാണ്. എവിടെയും എന്തെങ്കിലും കാരണം ആർക്കും ഇത് പെട്ടെന്ന് തിരിച്ചുകൊണ്ടുവരാൻ കഴിയൂല. എന്തുകൊണ്ട്? മനുഷ്യന് ഒരു അതിർത്തിയുണ്ട്. ഈ അതിർത്തി മനുഷ്യൻ ലംഘിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത് വളരെ വലിയ പ്രശ്നമാണ്. നിങ്ങൾ നിസ്സാരായി കാണണ്ട. ഇത് പരിഹരിക്കപ്പെടൂല. അതൊന്നും മനുഷ്യന്റെ വിഷയമല്ല. ലോകത്തെ എക്കണോമിക്കൽ ബേസ് മുഴുവനും ഒരു ഹദീസിൽ ഇത്രയുണ്ട്, ഇത്രയേ ഉള്ളൂ. 10 കൊല്ലം പറഞ്ഞാൽ തീരാത്തത്ര വിഷയം അതിൻ്റെ ഉള്ളിൽ. വ്യഭിചാരം ദാരിദ്ര്യത്തെ സൃഷ്ടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതൊരു ജനതയിൽ വ്യഭിചാരമുണ്ടോ ആ ജനതയിൽ ദാരിദ്ര്യമുണ്ടാവും. അത് സമൂഹത്തിന്റെ ശാപമാണ്. ഒരു സമൂഹത്തിൽ വ്യഭിചാരം അധികരിച്ചാൽ ആ സമൂഹത്തിൽ ദാരിദ്ര്യം അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. ലൈംഗിക അരാജകത്വം വരിക. ഞാൻ പറഞ്ഞില്ലേ എന്താ ചില വിഷയങ്ങളുണ്ടല്ലോ. പലിശ അധികരിക്കുന്ന നാട്ടിൽ മാനസിക രോഗം അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ധനത്തിന്റെ ശുദ്ധി നഷ്ടപ്പെടുക. ധനത്തിന്റെ സുശുദ്ധി നഷ്ടപ്പെടുന്ന നാട്ടിൽ മനുഷ്യന് മാനസികമായ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അത് സ്വാഭാവികമാണ്. പക്ഷെ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയില്ല. ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പൊ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നിപ്പോ എല്ലാവർക്കും ഒരു തരം മാനസിക വിഭ്രാന്തിയാണ്. ആ മാനസിക വിഭ്രാന്തി മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളൊരു എന്താ പറയാ, ഇതിപ്പോ ഒരു ഫാൻ ഇവിടുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫാനിനെ ഈ ഒരു സദസ്സിന്റെ ഈ ഒരു വേദിയുടെ സിസ്റ്റമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന്റെ സാന്നിധ്യം ഞാൻ അറിയൂല. നേരെ മറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ഓഫാക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. എന്നതുപോലെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മനുഷ്യരുടെ പൊതുരീതി എന്ന് പറഞ്ഞാൽ അവരുടെ മാനസികമായ ഒരു സന്തുലിതാവസ്ഥ ഇന്ന് എല്ലാവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്രയും ഒരു അരാജകത്വം, ഒരു ഭ്രാന്തും, ഒരു വർഗീയതയും ഒക്കെ വരുന്നത്. എന്താ അടിസ്ഥാനം? ധനം നേരെയല്ല. 2 കാര്യമാണ് അടിസ്ഥാനം. മനസ്സ് നേരെ നിൽക്കണമെങ്കിൽ സാമ്പത്തിക രംഗം ശുദ്ധമാകണം. ദാരിദ്ര്യമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ മനുഷ്യനെ ലൈംഗികമായ ഒരു ധാർമ്മികത വരണം. ഇല്ലാതെ ഇത് 2ഉം ഉണ്ടാവില്ലെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ അടിത്തറയിലേക്ക് തിരിച്ചു പോരണം. അപ്പൊ എന്താ വേണ്ടത്? നമ്മുടെ ചില സമയങ്ങളെ നിസ്സാരവൽക്കരിക്കരുത്. ഒന്ന് നേരത്തെ ഉറങ്ങുക, എന്നിട്ടോ നേരത്തെ എണീക്കുക. നേരത്തെ എണീറ്റാല് പടച്ചമ്പുരാൻ നമ്മളെ മനസ്സിനൊരു പ്രത്യേകമായ അവസ്ഥ. ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് നമ്മൾ അറിയാതെ തന്നെ ഒരു തരം കാരുണ്യം നമ്മുടെ മനസ്സിൽ വന്നു ചേരും. ഇല്ലെങ്കിൽ ഹൃദയം കഠിനമാവും. സുബഹിക്ക് ശേഷം ഉറങ്ങുന്നവർക്ക് ഹൃദയം കഠിനമാവും.
എന്തായിട്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. അയാൾക്ക് കടം അധികരിക്കും, അയാൾക്ക് പ്രയാസം അധികരിക്കും, ഹമാക്കത്ത് അധികരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ ശ്രദ്ധിക്കണം. അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? അപ്പോൾ ഹൃദയം നേരെ നിർത്താൻ കഴിഞ്ഞാൽ മനുഷ്യന് നന്മയുണ്ടാവും. അതിലേക്ക് തിരിച്ചു വരണം. മനുഷ്യപ്പറ്റുണ്ടാവുക, ഹൃദയത്തെ നേരായ നിലയിൽ കൊണ്ടുവരിക. ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ ഓടാതിരിക്കുക. ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയാം. ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ ഓടാതിരിക്കുക. ഉദാഹരണം പറയാം. മനുഷ്യന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അല്ലാഹു തആല അതിന്റെ യശസ്സ് വർദ്ധിപ്പിക്കട്ടെ. ചിന്തിക്കണം. ഇന്ന് നേരം മുതൽ എത്ര ആളുകൾ ഖുർആൻ ഓടിയിട്ടുണ്ട്. അത് മനുഷ്യന്റെ ഹൃദയത്തിന് കൊണ്ടുവരുന്നൊരു നന്മ, വല്ലാത്ത നന്മയാണ്. ചിന്തിക്കുക. മനുഷ്യൻ അല്ലാഹു നൽകിയ വല്ലാത്തൊരു അനുഗ്രഹമാണ്. والله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم. ഒരു 100 ഖുർആന്റെ ആയത്ത് രാത്രി ഓടിയാൽ അവന്റെ മനസ്സിൽ കാപട്യം ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. 100 ആയത്ത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓടുക. കുറഞ്ഞ നേരം മതി. അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. ഞാൻ പറഞ്ഞില്ലേ, ലോകം ഒരു പ്രത്യേക രീതിയിലേക്ക് തിരിയുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് നമ്മെ ഇതൊന്നും മാറ്റി പൂർണ്ണാവസ്ഥയിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞോണമെന്നില്ല. നമുക്ക് കഴിയൂല. അത് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. നമ്മളായി നന്നാവും. എല്ലാ ദിവസവും 100 ആയത്തോടുക പരിശുദ്ധ ഖുർആനിൽ. പുണ്യ മുഹമ്മദ് മുസ്തഫ. ഞാനൊരു വാക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കും എനിക്കും ഉപകരിക്കും. നിങ്ങൾ നല്ല മനസ്സ് ഫോമിലാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മൻ സല്ല അലയ്യ കുല്ല യൗമിൻ അൽഫ മറ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഒരാൾ 100 സ്വലാത്ത് 1000 സ്വലാത്ത് ദിവസം ചൊല്ലിയാൽ നരകം അവന്റെ മേൽ നിഷിദ്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടതാണ്. 100 സ്വലാത്ത് 1000 സ്വലാത്തില്ല. ഒരു ദിവസം 1000 സ്വലാത്ത് ചെല്ലാൻ 40 മിനിറ്റ് മതി. ഒരു ദിവസം 1440 മിനിറ്റ് ഉണ്ട്. സ്വലാത്ത് പോലെ തുർഷിദു ഇലൽ ഹഖ്, സത്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന മറ്റൊന്നുമില്ല എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ ചെല്ലുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്ക്. 1000 സ്വലാത്ത് ദിവസം ചെല്ലുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ കൈപൊക്ക്. ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ 1000 സ്വലാത്ത് 40 മിനിറ്റ് മതി. 40 മിനിറ്റ് മതി. 40 മിനിറ്റ് കൊണ്ട് 1000 സ്വലാത്തില്ല. ഒരാളും ഇല്ലേ നിങ്ങൾ പടച്ച തമ്പുരാനെ? ഏതെങ്കിലും ഒരാൾ ഉണ്ടാവും എന്നല്ല ഞാൻ വിചാരിച്ചത്. 1000 സ്വലാത്തിൽ ഒരാൾ ഈ കൂട്ടത്തിലില്ല. 40 മിനിറ്റ് മതി. അതീ ഓടി നടക്കുന്നതിനിടയിൽ മോട്ടോർ സൈക്കിൾ കയറി ഇങ്ങനെ തിരിയുന്നതിനിടയിൽ ചെയ്ത് തീർക്കാൻ കഴിയും. അതൊന്നിച്ച് ചെല്ലണമെന്നില്ല. ഒരു 250 ചെല്ലി, അപ്പം അങ്ങോട്ട് തിരിഞ്ഞു പോയി. അപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ എടുത്ത് ഒന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ ഒരു 250 ചെല്ലി. 100 സ്വലാത്തില്ല 4 മിനിറ്റാണ്. 1000 സ്വലാത്തില്ല 40 മിനിറ്റാണ്. ഇനി 5 മിനിറ്റ് 100 സ്വലാത്തിന് വന്നാൽ 1000 സ്വലാത്തിന് 50 മിനിറ്റ്. 1 മണിക്കൂർ എങ്ങനെയാണ് വരില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹദീസ് ഞാനൊന്നും കൂടി പറയാം. നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? ഒന്ന് പറ, നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? താല്പര്യമുള്ളവർക്ക് കൈപൊക്കാം. ഒരു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 1000 സ്വലാത്ത്. അത് 40 മിനിറ്റ് മതിയുടെ. ഒരു പ്രശ്നവും ഇല്ല അതിന്. അതൊരു വിഷയം തന്നെ ഇല്ല. ഒരു വിഷയവും ഇല്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ല. 40 മിനിറ്റ് മതി. ഒന്ന് പ്രാവർത്തികമാക്കി നോക്ക്. ഇന്നത് ചൊല്ലിയിട്ട് ഉറങ്ങിയാൽ മതി. ഒന്നെ പ്രാവർത്തികമാക്കി നോക്ക്. ഒന്നെ നോക്ക്. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ.
മനസ്സ് നന്നാക്ക്, മനസ്സ് നന്നാക്ക്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, മാനവ സമൂഹത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു ജനതയാണ് നിങ്ങൾ. നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കണം. നിങ്ങളുടെ മനസ്സിന് ശക്തി വേണം. നിങ്ങൾ സമൂഹത്തിന് നന്മ ഉപദേശിക്കണം. നിങ്ങൾ മനുഷ്യത്വം പഠിപ്പിക്കണം. നിങ്ങളെ കണ്ടവർ പഠിക്കണം. ചിന്തിക്ക്. അല്ലാതെ നിങ്ങൾ വാളുകൊണ്ടും തോക്കുകൊണ്ടും പറഞ്ഞ് അയക്കപ്പെട്ട ജനതയല്ല. അങ്ങനെയല്ല. അറേബ്യയിൽ നിന്നൊരു സ്വഹാബി പോലും ഇവിടെ മലയാളക്കരയിൽ വാള് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അവരുടെ മുഖത്തിന്റെ പൊലിമയും ശ്രീത്വവും കണ്ടപ്പോൾ ജനങ്ങൾ അവരെ ഉൾക്കൊണ്ടതാണ്. അവർ സത്യസന്ധരും നീതിബോധമുള്ളവരുമായിരുന്നു. അവർ പടച്ചതമ്പുരാന്റെ അനുഗ്രഹത്തിന് വില വെക്കുന്നവരായിരുന്നു. അതിന് കഴിയണമെങ്കിൽ അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിൽ നമ്മളും എത്തണം. പടച്ചതമ്പുരാന്റെ അനുഗ്രഹത്തിന് വില വെക്കുന്ന ഒരു മാനസിക അവസ്ഥ ഉണ്ടാവുക. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്പം ഖുർആൻ ഓതുക എല്ലാ ദിവസവും. അതിങ്ങനെ മനസ്സിരുത്തി ഓതുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും പത്രം ഒരു നാട്ടിൽ എല്ലാവരും വായിക്കേണ്ടതല്ല. പത്രം വായിക്കുന്നതിന് ഞാൻ എതിര് പറയല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. പത്രം വായിക്കുക. ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു ആരോഗ്യമുള്ള സൊസൈറ്റിയിൽ നല്ലത്, എനിക്കെങ്ങാനും ഒരു ഗ്രാമത്തിൽ അധികാരം കിട്ടിയാൽ, ഒരു സ്വേച്ഛാധിപതിയായ ഏകാധിപതിയായ എനിക്കൊരു നാട്ടിൽ അധികാരം കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യുക പത്രം വായന നിരോധിക്കലായിരിക്കും. എന്നിട്ട് നിങ്ങൾ എന്നെ നോക്കിയിട്ട് കണ്ണിരുട്ടിയിട്ട് എന്നെ ഇങ്ങനെ ഉരുട്ടിയിട്ട് കണ്ണുരുട്ടി കൊല്ലൊന്നും വേണ്ട. എനിക്ക് പറയാനുള്ളതും കൂടെ കേൾക്ക്. അല്ല പറ, മനസ്സിലാവണില്ലേ? ഇപ്പോൾ ഉദാഹരണം പറയാം. അപ്പം അവിടെ കുറച്ച് ആളുകൾ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ കുറച്ച് ആളുകൾ നിൽക്കുന്നു ഇരിക്കുന്നു കണ്ടില്ലേ? പറ, കണ്ടില്ലേ? അല്ലേ? പറ ഇല്ലേ? എന്താ ഇവരുടെ ധർമ്മം? ഇവരുടെ ധർമ്മം ഞാൻ പറയട്ടെ. ഇവരുടെ ധർമ്മം, ഇവിടെ ആർക്കെങ്കിലും പെട്ടെന്ന് വെള്ളത്തിന് ആവശ്യം വന്നാൽ ഒന്ന് പറ, വെള്ളം എത്തിച്ചു കൊടുക്കും. അല്ലെ? അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയല്ലേ? പിന്നെ വല്ല കളക്ഷൻ വേണമെങ്കിൽ അവർ ബക്കറ്റ് കൊണ്ട് നടന്ന് പറ. നിങ്ങളൊന്ന് പറ. അല്ലേ? അങ്ങനെയല്ലേ? പറ. ഇനി ഇവിടെ വല്ല പായസോ മറ്റോ വിതരണം ചെയ്യണമെന്ന് സങ്കല്പിക്കുക. വിതരണം ചെയ്യൊന്നും വേണ്ട, അങ്ങനെ സങ്കല്പിക്കാനൊന്നും പ്രശ്നമില്ലല്ലോ. അങ്ങനെ പായസം വിതരണം ചെയ്യണം സങ്കല്പിക്കുക. എങ്കിലും അതിന് അവര് മതിയാവും. എല്ലാവർക്കും പായസം എത്താനും ഇവർ 4 ആള് മതിയാവും. ഒരു നാട്ടിൽ എല്ലാ വാർത്തയും ഒരു 2 or 4 ആൾ അറിഞ്ഞാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് അവസരോചിതം അതിന് പ്രതികരിക്കേണ്ടതിന് പ്രതികരിക്കുക, ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നത് അവർ ചെയ്യുക, അറിയിക്കേണ്ടത് ജനങ്ങളെ അറിയിക്കുക. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ ആവശ്യമില്ലാത്ത വാർത്തകളാണ് കൂടുതലും അറിയുന്നത്. കൂടുതലും അതിലൊരു കാര്യം നമുക്കില്ല. അപ്പോൾ ഇന്നലെ വാർത്ത ശ്രീദേവി മരിച്ചു, ഇന്നത്തെ വാർത്ത ബാത്തിൽ ഡബ്ബിൽ വീണ് മരിച്ചു. അപ്പം ഇനി നാളത്തെ വാർത്ത ബാത്തിൽ ഡബ്ബിന്റെ ആഴം എത്രയെന്നാണ് നമ്മൾ ഇനിയിപ്പോൾ കാത്തിരിക്കണത്. അത് എത്രയോ ആവോ അല്ലാഹു അഅലം. മനസ്സിലായില്ല?